നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. തൻ്റെ ബൈക്കിൽ അഭ്യാസ പ്രകടനം നടത്തുകയും ഇത് ഇൻസ്റ്റയിലൂടെ ഷെയർ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്നത്. അതായത് 22 വയസ്സുള്ള പാറശാല സ്വദേശിയായിട്ടുള്ള അഭിജിത്താണ് തൻ്റെ ആഡംബര ബൈക്ക് 6 മാസം മുന്നേ വാങ്ങിയ ആഡംബര ബൈക്കിൽ ഇത്തരത്തിൽ നെയ്യാറ്റിൻകര പാറശാല അമരവിള ദേശീയപാതയിലൂടെ ഇദ്ദേഹം അഭ്യാസ പ്രകടനം നടത്തിയത്. ഈ അഭ്യാസ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഒടുവിൽ സോഷ്യൽ മീഡിയ പോലീസിൻ്റെ സ്റ്റേറ്റ് മീഡിയ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ചതോടെ ഇത് മൊത്തത്തിലൊന്ന് വൈറലാകുകയായിരുന്നു. തുടർന്നാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ എന്ത് സംഭവിച്ചു, പോലീസ് പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ പോലീസിൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ചോദിക്കുകയുണ്ടായി. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് നൽകുവാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് പറയേണ്ട വലിയൊരു സംഭവം. കാരണം ഈ വാഹനത്തിൽ തന്നെ മുന്നിലും പിന്നിലും നമ്പർ പ്ലേറ്റുകളില്ലായിരുന്നു. പിന്നെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്നുൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്താണ് നെയ്യാറ്റിൻകര പോലീസ് ഈ യുവാവിനെ പിടികൂടിയത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള അപകടങ്ങളാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ വഴി, അതായത് സാധാരണക്കാരായുള്ള ആളുകൾ വാഹനം ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്തരം അഭ്യാസ പ്രകടനം കാണിക്കുന്ന ഇവരുടെ ഈ ഒരു വരവ് കണ്ടിട്ട് തന്നെ പലപ്പോഴും തെന്നിമാറി അപകടങ്ങളും മരണങ്ങൾ വരെ സംഭവിച്ച നാടാണ് നമ്മുടെ ഈ പ്രദേശം. കാരണം നമുക്കറിയാം, വിഴിഞ്ഞത്താണ് സാധാരണയായി ഇത്തരത്തിൽ ആ ബൈപ്പാസ് റോഡിലൂടെയാണ് ഈ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ ദേശീയപാതയിലൂടെ വരെ ഇത്തരത്തിൽ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു അപകട ഭീഷണി തന്നെയാണ്. എന്തായാലും നെയ്യാറ്റിൻകര പോലീസിൻ്റെ ഈ ഒരു ശക്തമായ ഇടപെടൽ കൃത്യമായും നാട്ടുകാർക്കും ജനങ്ങൾക്കും വളരെയധികം ഒരു സമാധാനം. കാരണം ഈ യുവാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആകാംക്ഷപരമായ ചോദ്യങ്ങളാണ് പലപ്പോഴും പലരും ഈ സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്ന ഒരു കാഴ്ചയുണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന കൃത്യമായ മറുപടിയും. കഴിഞ്ഞ 21-ാം തീയതി നെയ്യാറ്റിൻകര പാറശാല ദേശീയപാതയിലൂടെ അപകടകരമായ അഭ്യാസം കാണിച്ചോടിച്ച അഭിജിത്തും ആഡംബര ബൈക്കുമാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ പിടിയിലായത്. പാറശാല സ്വദേശിയായ അഭിജിത്ത് ഇപ്പോൾ നെയ്യാറ്റിൻകര കവളാകുളത്താണ് താമസം. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ദൃശ്യങ്ങൾ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് വീഡിയോ ഇന്നലെ കേരള പോലീസ് മീഡിയ സെൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചതോടെയാണ് അഭിജിത്തിനെ പിടികൂടിയത്. ആഡംബര ബൈക്കിന്റെ മുന്നിലോ പിറകിലോ നമ്പർ പ്ലേറ്റ് ഇല്ല. കസ്റ്റഡിയിലെടുത്ത അഭിജിത്തിനെതിരെ പോലീസ് അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനും നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളിലാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. യുവാക്കളുടെ ഇടയിൽ വളരെയധികം ഹരം കൊള്ളുന്ന ഒരു സംഭവം തന്നെയാണ് വളരെ വേഗതയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വാഹനം ഓടിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോഴും മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് യുവാക്കൾ പലപ്പോഴും വാഹനം ഓടിച്ചു പോകുന്നത്. അതിപ്പോൾ 2 വീലർ ആയാലും 4 വീലർ ആയാലും ഒന്നും വ്യത്യാസമില്ല. വളരെ അപകടകരമായ രീതിയിൽ തന്നെ പലപ്പോഴും അമിത വേഗതയിൽ പോകുന്ന യുവാക്കളെ നമുക്ക് നമ്മുടെ റോഡിൽ കാണാം. അതിലധികവും ആൺകുട്ടികൾ തന്നെയാണ്. സ്ത്രീകൾ അങ്ങനെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. പെൺകുട്ടികൾ അങ്ങനെ വാഹനം ഓടിക്കുന്നത് കാണാറില്ല. പക്ഷേ അധികവും ആൺകുട്ടികൾ തന്നെയാണ് അമിത വേഗതയിലും ശ്രദ്ധിക്കാതെയും നിയമം തെറ്റിച്ചുമൊക്കെ വാഹനം ഓടിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് രംഗത്തുണ്ട്. ഇത്തരക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ കസ്റ്റഡിയിലെടുക്കാനും വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിനും വേണ്ട നടപടികൾ എടുക്കുന്നതിനുമൊക്കെ പോലീസ് സജീവമായി തന്നെ നിരത്തിലുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ അശ്രദ്ധമായ വാഹനം ഓടിക്കുന്നതിൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതിലുമൊക്കെ അപകടം ധാരാളം സംഭവിക്കുകയും യുവാക്കൾ അതിന് ഇരയാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴെങ്കിലും യുവാക്കൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാകുകയും നിരത്തുകളിൽ ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരിക്കും ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നിരത്തിലെ ഡ്രൈവിംഗ് സംസ്കാരം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്തരം പുതിയ പരിഷ്കാരങ്ങൾ വരുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം. പക്ഷെ അത്തരം പരിഷ്കാരങ്ങൾ വരുമ്പോഴും അതൊന്നും നിരത്തിലിറങ്ങുമ്പോൾ ലൈസൻസ് കിട്ടി വാഹനം ഓടിക്കാനുള്ള ഒരു റൈറ്റൊക്കെ കിട്ടി നിരത്തിലെത്തുമ്പോൾ പല യുവാക്കളും മറന്നുപോകുന്ന ഒരു സംഗതി തന്നെയാണിത്. അങ്ങനെ മറന്നു പോകുമ്പോൾ അതിലൂടെ ഇല്ലാതാകുന്നത് അവരുടെ ജീവനും ഒപ്പം മര്യാദയ്ക്ക് റോഡിലൂടെ വാഹനം ഓടിക്കുകയോ നടന്നു പോവുകയോ ചെയ്യുന്ന പൊതുജനത്തിന്റെ ജീവനുമാണ്. സൂക്ഷിക്കുക, ജാഗ്രതയോടെ നിരത്തുകളിൽ വണ്ടി ഓടിക്കുക, ഒരു നല്ല സൗഹൃദ സംസ്കാരം നിരത്തുകളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.